ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുക. കർത്താവിൻ്റെ അടുത്ത് സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാർ ഞങ്ങൾ ഉപവസിക്കുന്നു, ഫരിസേയരുടെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു, എന്തുകൊണ്ട് നിൻ്റെ ശിഷ്യന്മാർ മാത്രം ഉപവസിക്കുന്നില്ല എന്ന ചോദ്യവുമായി ചെന്നപ്പോൾ ഈശോ പറഞ്ഞ മറുപടിയുടെ ഭാഗമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുക. അപ്പോൾ സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാരുടേതാണ് സംശയം. ഞങ്ങൾ ഉപവസിക്കുന്നുണ്ട്, ഫരിസേയരുടെ ശിഷ്യന്മാരും ഉപവസിക്കുന്നുണ്ട്, നിൻ്റെ ശിഷ്യന്മാരിങ്ങനെ തിന്നുകുടിച്ച് നടക്കുകയാണല്ലോ. അപ്പോൾ ഈശോ അവരോട് പറയുന്നു, മണവാളൻ കൂടെ ഉള്ളപ്പോൾ മണവറ തോഴർക്ക് ഉപവസിക്കാനാകുമോ? അതൊരിക്കലും സാധിക്കില്ല. കാരണം അവർ വിവാഹം അറേഞ്ച് ചെയ്യേണ്ടവരാണ്, ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ടവരാണ്, ആ ആഘോഷങ്ങൾ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യേണ്ടവരാണ് അവർ. അപ്പം മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന സമയം വരും, അപ്പോൾ അവർ ഉപവസിക്കും. ഇതാണ് ഈശോ അവർക്ക് കൊടുക്കുന്ന മറുപടി. അതിനുശേഷം ഈശോ പറയുന്നു, ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അപ്പം അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുക. അതായത് ജീവിത സാഹചര്യങ്ങൾ മൊത്തം മാറണം എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രം ഒരു മാറ്റവും അഡ്ജസ്റ്റ്മെൻറ്റും മാത്രം പോരാ. ജീവിതം മുഴുവനും പുതിയ വീഞ്ഞാണെങ്കിൽ പുതിയ തോൽക്കുടങ്ങൾ. ജീവിതം നവീകരിക്കപ്പെട്ടു എങ്കിൽ അതിൻ്റെ ചുറ്റുപാടുകളും മുഴുവനും നവീകരിക്കപ്പെട്ട് ഒരു വലിയൊരു മാറ്റത്തിലേക്ക് വരാൻ കർത്താവ് ക്ഷണിക്കുകയാണ്. അതായത് പഴയ നിയമകാലത്ത് ഫരിസേയരും നിയമജ്ഞരും വ്യാഖ്യാനിച്ചുണ്ടായ കുറച്ച് നിയമങ്ങളും ചട്ടങ്ങളും അതിനോടനുബന്ധിച്ച കുറേ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നിയമജ്ഞരും ഫരിസേയരും വ്യാഖ്യാനിച്ചുണ്ടാക്കിയ ആചാരാനുഷ്ഠാനങ്ങളുടെ പൊരുത്തക്കേട് ഈശോ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഈ പൊരുത്തക്കേടിൽ നിന്ന് മാറി പുതിയതിനോട് ഒരിക്കലും ചേരാൻ പഴയതിന് സാധിക്കുകയില്ല. അല്ലെങ്കിൽ പഴയതിനോട് ഒരിക്കലും പുതിയത് ചേർത്താൽ നന്നായിട്ട് ചേരുകയും ഇല്ല. കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷമാണ് ഈ അനുഭവമെല്ലാം വരാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാരും ഫരിസേയരുമൊക്കെ അവരുടെ ആ നിയമവും വ്യാഖ്യാനവും ഒക്കെ സ്ഥിരമായി നിൽക്കുന്നതും അതാണ് എന്നേക്കുമുള്ള എഴുതപ്പെട്ട നിയമം, ഒന്നിനും മാറ്റമില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന നല്ല ഒരു മറുപടിയാണ് പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ വേണമെന്ന്. അപ്പോൾ ശിഷ്യന്മാർ ആരും നിർബന്ധിക്കാതെ തന്നെ കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം അവർ സഹിക്കുകയും അവർ പീഡയേൽക്കുകയും കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടുകൂടെ വലിയ ഒരു വ്യത്യാസമാണ് അവിടെ വന്നു കഴിഞ്ഞത്. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായം 37 മുതൽ 47 വരെയുള്ള തിരുവചനങ്ങളിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ മാറ്റങ്ങളെക്കുറിച്ച് കാണാം. പഴയ നിയമ ആ സംഹിതകളിൽ നിന്നും ഫരിസേയരും നിയമജ്ഞരും ഉണ്ടാക്കിയ ആ ചട്ടക്കൂട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയിൽ ജീവിക്കുന്ന ഒരു ആദിമ ക്രൈസ്തവ സമൂഹം. തിരുവചനങ്ങളിൽ ഈ ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രയോ മാറ്റമാണ് പഴയ നിയമത്തിൽ നിന്നും പഴയ സംവിധാനങ്ങളിൽ നിന്നും വന്നത്. 2-ാം അധ്യായം 37 മുതൽ 37-ാമത്തെ തിരുവചനത്തിൽ ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് പത്രോസിൻ്റെ പ്രസംഗം കേട്ടു. പത്രോസിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ജനക്കൂട്ടത്തിന് മുഴുവനും വലിയൊരു മാനസാന്തരം, അവരുടെയൊക്കെ ഹൃദയം ഇളകി. എന്തും ചെയ്യാൻ അവർ തയ്യാറാണ്. കുറവുകൾ അവർക്ക് മനസ്സിലായി, അവരുടെ പോരായ്മകൾ അവർക്ക് തിരുത്തണം. അതെല്ലാത്തിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അവർ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യാൻ അവർ തയ്യാറാണ്? കാരണം
അവർക്ക് ബോധ്യപ്പെട്ടു കാര്യങ്ങൾ മുഴുവൻ. അപ്പോൾ മാറ്റത്തിനുള്ള ഒരു തുടക്കം ഇവിടെ കാണുന്നു, ഒരു പുതിയ അനുഭവത്തിലേക്ക് വന്ന പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടു കൂടെ. അപ്പോൾ മാറ്റത്തിനുള്ള തുടക്കം ഇവിടെ കാണുന്നു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ യേശു പറഞ്ഞ പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടം ഇവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ പഴയ തോൽക്കുടം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അത് കൂട്ടിച്ചേർക്കാനല്ല ഈശോ പറയുന്നത്. ഈശോ വീണ്ടും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണിക്കഷ്ണം തുന്നിച്ചേർക്കാറില്ല. അങ്ങനെ ചേർത്താൽ പഴയതിനോട് പുതിയത് ചേരാതെ വരികയും രണ്ടും നഷ്ടമാവുകയും ചെയ്യും. അപ്പം പുതിയ തോൽക്കുടം, പുതിയ ജീവിതശൈലി, പുതിയ വീഞ്ഞ്, ഇതെല്ലാം അവിടെ സംഭവിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം 38-ാമത്തെ തിരുവചനം നമ്മോട് പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. ചെയ്യേണ്ടതാണ്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അവിടെയാണ് മാറ്റം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്കും ലഭിക്കും. ഈ ഒരു മാനസാന്തരം സംഭവിക്കാതെ ഒരിക്കലും കൃപ ലഭിക്കുകയില്ല. മാനസാന്തരം സംഭവിക്കാതെ ഒരിക്കലും നമ്മൾ കൃപയുടെ ജീവിതത്തിലേക്ക് വരികയുമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നമുക്കൊരു മാറ്റം വരണം. ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നമുക്കൊരു ബോധ്യം വരണം. ഹൃദയം നുറുങ്ങിയാണ് അവർ ചോദിച്ചത്, സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ആ ഹൃദയം നുറുങ്ങലിൽ ഏത് മാറ്റവും വരുത്താൻ തങ്ങൾ തയ്യാറായിരിക്കുന്നു. പുതിയ വീഞ്ഞ്, പുതിയ തോൽക്കുടം, ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ജീവിതശൈലിയും ഞങ്ങളുടെ ചുറ്റുപാടുകളും ഞങ്ങൾ മാറ്റാം. ആ ഒരു തയ്യാറെടുപ്പിലേക്ക് അവരെല്ലാവരും വന്നു. പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗം കേട്ടപ്പോൾ 2-ാമത്തെ അധ്യായം 40-ാമത്തെ തിരുവചനം, ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ. അതാണ് അപ്പോസ്തലന്മാർ നൽകുന്നത്. ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ. 2-ാമത്തെ അധ്യായം 44-ാമത്തെ തിരുവചനം, വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അതാണ് അവിടെ വന്നൊരു മാറ്റം. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം അവർ പൊതുവായി കരുതുകയും ആരും ഇതെൻ്റേത് എന്ന് പറഞ്ഞില്ല. അവിടെയാണ് ഒരു സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ ഒരു കൂട്ടായ്മ വരുന്നത്. അവർ 2-ാം അധ്യായം 46-ാമത്തെ തിരുവചനവും പറയുന്നു, അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ഇതെല്ലാം ഏക മനസ്സോടെയാണ് അവർ ചെയ്തത്. ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്നു, ഏക മനസ്സോടെ ജീവിക്കുന്നു, ഏക മനസ്സോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അവിടെ എന്തൊരു വ്യത്യാസമാണ് പുതിയ വീഞ്ഞും പുതിയ തോൽക്കുടങ്ങളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹൃദയത്തിൻ്റെ ഐക്യം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇന്ന് ദൈവമക്കൾ പോലും ജീവിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഐക്യം നഷ്ടപ്പെട്ടു. ഏക മനസ്സോടെ താല്പര്യപൂർവ്വം ദേവാലയത്തിൽ വരാനും താല്പര്യപൂർവ്വം ഭവനങ്ങൾ സന്ദർശിക്കാനും താല്പര്യപൂർവ്വം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനും സാധിക്കാത്ത ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. എത്രയോ ശോചനീയമാം വിധം നമ്മൾ അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഹൃദയ ഐക്യത്തോടെ ഏക മനസ്സോടെ ആയിരിക്കുവാൻ ഇന്നാർക്കും സാധിക്കുന്നില്ല. അപ്പോൾ പുതിയ വീഞ്ഞും പുതിയ തോൽക്കുടങ്ങളും കർത്താവ് ഉദ്ദേശിച്ചു എങ്കിലും നമ്മളെല്ലാം പഴയതായിപ്പോയി. നമ്മളൊക്കെ പഴയ അവസ്ഥയിൽ എന്തോ ആയി തിന്മയുടെ ശക്തി ആകെപ്പാടെ നമ്മളെ പിടിച്ച് മുറുക്കി കർത്താവിൻ്റെ ആ സ്നേഹത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നൊക്കെ നമ്മളെ അകറ്റുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതിനെതിരെയാണ് നമ്മൾ വലിയ ജാഗ്രത പുലർത്തേണ്ടത്. ഒരു തരംതിരിവ് കർത്താവിൻ്റെ കാലത്ത്, ആദിമ ക്രിസ്ത്യാനികളുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയ തരംതിരിവുകളും വിഭാഗീയതയും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ വിഭാഗീയത ചിന്തയിൽ നിന്നും ഒക്കെ നമ്മൾ മാറിയില്ലെങ്കിൽ ഈ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ പങ്കെടുത്ത ആദിമ ക്രിസ്ത്യാനികളുടെ പഴയ ചൈതന്യത്തിലേക്ക് പോകേണ്ടതിന് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. അത് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് തീർന്നിരിക്കുകയാണ്. 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 47-ാമത്തെ തിരുവചനം, അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. അവർ ദൈവത്തെ സ്തുതിക്കുകയും
എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കിയാൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇങ്ങനെയൊരു യോജിപ്പില്ലാത്തതുകൊണ്ട്, കത്തോലിക്കാ സഭയിൽ ഇങ്ങനെയൊരു യോജിപ്പില്ലാത്തതുകൊണ്ട്, ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊരു യോജിപ്പില്ലാത്തതുകൊണ്ട് മറ്റു മനുഷ്യർ നമ്മെ നോക്കി പരിഹസിക്കാൻ തുടങ്ങി. നമ്മുടെ വാക്കുകൾക്ക് വിലയില്ലാതായി, നമ്മുടെ ചിന്തകൾ അപ്പോൾ സമൂഹത്തെ ബാധിക്കാതെയായി, നമ്മുടെ പ്രവൃത്തികളും സമൂഹത്തെ ബാധിക്കാതെയായി. നമ്മളൊന്ന് ഓർത്ത് നോക്കുക, മദർ തെരേസ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വിശുദ്ധയാണ്. ആ വിശുദ്ധയുടെ പ്രവൃത്തികളെക്കുറിച്ച് ആർക്കും ഒരു എതിരഭിപ്രായമില്ലായിരുന്നു. ഏക മനസ്സോടെ ഭാരതം മുഴുവനും ആ വിശുദ്ധയെ ക്രിസ്തുവിൻ്റെ ഒരു അനുയായിയായിട്ട് കണ്ടു. ഇന്ന് നമ്മുടെ ഭാരതത്തിൽ എത്രയോ ക്രിസ്തുവിൻ്റെ അനുയായികളുണ്ട്, എത്രയോ ദൈവമക്കളുണ്ട്, എത്രയോ സമൂഹങ്ങളുണ്ട്, എത്രയോ സമർപ്പിതരുണ്ട്. ആ മദർ തെരേസയ്ക്ക് ഉണ്ടായിരുന്ന ഒരു നിലയും വിലയും, മദർ തെരേസ പ്രസംഗിക്കാൻ വരുമ്പോൾ ഓടിക്കൂടുന്ന ഒരു ജനസമൂഹം, മദർ തെരേസയെ കാണാനായിട്ട് ഓടിക്കൂടിയിരുന്ന ഒരു ജനസമൂഹം അതേ താല്പര്യത്തോടെ ഇന്ന് ഓടിക്കൂടാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നു. അതായത് നമ്മുടെയൊക്കെ വില കെട്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ക്രിസ്തീയതയുടെ വിലയല്ല, നമ്മളൊക്കെ ദൈവമക്കളാണ് എന്ന് പറഞ്ഞ് നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, അതിൻ്റെ ശോഭ അങ്ങ് ഇല്ലാതായിപ്പോയി. അപ്പോൾ നല്ലൊരു ക്രിസ്തീയ ജീവിതമായിരുന്നു മദർ തെരേസയുടേത് എന്ന് ലോകം മുഴുവൻ സമ്മതിക്കുന്നു, ഭാരതം മുഴുവൻ സമ്മതിക്കുന്നു. അപ്പോൾ പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ യേശു നിർദ്ദേശിക്കുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും ഒന്ന് പരിവർത്തനം. അപ്പോസ്തലൻ ആദിമക്രിസ്ത്യാനികൾ ചോദിച്ച പോലെ, സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇപ്പോൾ ഈ നിമിഷം തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് നമ്മളൊന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം സ്ഥിരമായിരിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളും മാറണം. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ തന്നെ മാറ്റണം. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെച്ചാൽ മാത്രമേ അത് സംരക്ഷിക്കപ്പെടുന്നുള്ളൂ. ഇല്ലെങ്കിൽ തോൽക്കുടങ്ങൾ പൊട്ടുന്നു, വീഞ്ഞ് നഷ്ടമാകുന്നു. ഇപ്പോൾ നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ പെരുന്നാൾ സ്ഥലങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഐസ്ക്രീമൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. പെരുന്നാൾ സ്ഥലങ്ങളിൽ, വലിയ ഉത്സവ സ്ഥലങ്ങളിൽ, ആഘോഷങ്ങളിലൊക്കെ ഈ ഐസ്ക്രീം വിൽക്കുന്നവരുടെ അടുത്ത് ചിലപ്പോൾ മിക്കവാറും കുറച്ച് പിള്ളേർ വട്ടം കൂടിയിട്ടുണ്ടാവും. എന്തിനാണ്? അവർക്ക് ഐസ്ക്രീം, ചിലപ്പോൾ അവരൊരു ഐസ്ക്രീമൊക്കെ തിന്നിട്ടുണ്ടാവും. ഐസ്ക്രീമിനോട് കൊതിയുള്ളത് കൊണ്ട് ഈ പിള്ളേരൊക്കെ അതിൻ്റെ ചുറ്റുവട്ടം നോക്കിയിരിക്കും. അപ്പോൾ നോക്കിയിരുന്ന അഥവാ എവിടുന്നെങ്കിലും ഒന്ന് കിട്ടുവാണെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അവർ ആ ഐസ്ക്രീമിനെ നോക്കി, ഐസ്ക്രീം പാത്രത്തെ നോക്കി, ഐസ്ക്രീംകാരനെ നോക്കി കൊതി വിട്ട് അതിൻ്റെ ചുറ്റുപാടുമൊക്കെ അവർ നിൽക്കുന്നത്. ഇതുപോലെ നമ്മൾ വിട്ടുപേക്ഷിച്ച പാപ സാഹചര്യങ്ങളെ നോക്കി ഐസ്ക്രീംകാരൻ്റെ അടുത്ത് കുട്ടികൾ നിൽക്കുന്നത് പോലെ, കൊതിവിട്ട് നിൽക്കുന്നത് പോലെ നമ്മൾ പഴയ ജീവിത സാഹചര്യത്തെ, പഴയ പാപ സാഹചര്യത്തെ ഒക്കെ നോക്കി അതിൻ്റെ ചുറ്റുവട്ടം നമ്മൾ പലപ്പോഴും നിൽക്കുന്നുണ്ട്. ഇതാണ് ആ പാപത്തിൻ്റെ തീരത്തെ വിട്ട് നമ്മൾ മാറുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. പാപത്തിലെ പങ്കാളികളോടുള്ള വീണ്ടുമുള്ള നമ്മുടെ ചങ്ങാത്തം, അപ്പോൾ ആ ചുറ്റുവട്ടത്തിൽ തന്നെയുള്ള നമ്മുടെ സഹവാസം. അപ്പോൾ കള്ളുകുടി ഉപേക്ഷിച്ച ഒരു മനുഷ്യൻ കള്ളുഷാപ്പിനോട് എന്നേക്കുമായിട്ട് വിട വാങ്ങണം. പിന്നെ കള്ളുഷാപ്പിൻ്റെ പരിസരത്ത് അവൻ പോകാൻ പാടില്ല. പിന്നെ അവൻ ജീവിക്കുന്നത് കള്ളുഷാപ്പിൻ്റെ പരിസരത്താണെങ്കിലോ അതിൻ്റെ ചുറ്റുവട്ടത്താണ് അവൻ വന്നിരിക്കുന്നതെങ്കിലോ അവൻ ഒരിക്കലും ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ സാധിക്കില്ല. ഒന്നല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് വീണ്ടും അവൻ പഴയ കള്ളുഷാപ്പിൻ്റെ അകത്ത് എത്തുമെന്നുള്ളത് 100% ഉറപ്പ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും പാപത്തിൻ്റെ തീരത്ത് നിന്ന് തന്നെ നമ്മൾ വിട്ടുമാറി ഒരു പുതിയ ജീവിതശൈലി. അപ്പോസ്തലന്മാരോട് മനുഷ്യർ ചോദിച്ചതുപോലെ, സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവർ ഹൃദയം നുറുങ്ങിയാണ് ചോദിച്ചത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പാപത്തിൻ്റെ ഏത് തീരത്ത് നിന്നാണ് ഞങ്ങൾ മാറേണ്ടത്? ഏതാണ് ഞങ്ങൾ വിട്ടുപേക്ഷിക്കേണ്ടത്? എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം അവർക്ക് അവരുടെ അവസ്ഥയെക്കുറിച്ച് വളരെ നന്നായിട്ട് മനസ്സിലായി. അപ്പോൾ പാപത്തിലെ പങ്കാളികളോടുള്ള ബന്ധങ്ങൾ ഉപേക്ഷിച്ച കള്ളുകൂടി വീണ്ടും കള്ളുഷാപ്പിൻ്റെ മുമ്പിൽ പോയി ആ ചുറ്റുവട്ടത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ, ഏത് പാപമാണെങ്കിലും അതിൻ്റെ ചുറ്റുവട്ടത്തിൽ നമ്മൾ നടന്നു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത, വീണ്ടും നമ്മൾ ആ പാപത്തിലേക്ക് വീഴുന്ന ഒരവസ്ഥ. ഇവിടെ എന്താണ്? തോൽക്കുടങ്ങൾ മാറിയിട്ടില്ല. പുതിയ വീഞ്ഞ് വന്നു, പക്ഷേ തോൽക്കുടങ്ങൾ മാറാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ പാപത്തിൻ്റെ തീരത്ത് നിന്ന് തന്നെ ഉള്ള ഒരു മാറ്റം ഒരു വലിയ ഒരു മാറ്റമാണ്. പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ. ഗലാത്യർക്കുള്ള ലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. പരമപ്രധാനം എന്താണ്? പുതിയ സൃഷ്ടിയാവുക. അപ്പോൾ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റം വന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. ഹെബ്രായർക്കുള്ള ലേഖനം 3-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം.
പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണ കാലത്ത് ഉണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഹെബ്രായ ലേഖനകർത്താവ് പറയുന്നു, 3-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണ കാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ അവരെന്താ ചെയ്ത്? അവർ ദൈവത്തോട് മല്ലടിച്ചു. മോശയും അഹ്റോനും പറയുന്നതൊന്നും അവർ കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, മോശയും അഹ്റോനും തങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് എന്നൊരു തരത്തിലുള്ള ചിന്ത പോലും അവരുടെ ജീവിതത്തിൽ വന്ന് മോശയ്ക്കും അഹ്റോനും എതിരെ അവർ പിറുപിറുക്കുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനകർത്താവ് പറയുന്നത്, പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണ കാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. 3-ാം അധ്യായം 10-ാമത്തെ തിരുവചനം ഇസ്രായേലിനെ കുറിച്ച് പറയുന്നു, അതിനാൽ ആ തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു, അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റ് ചെയ്യുന്നു, എൻ്റെ വഴികൾ അവർ മനസ്സിലാക്കിയിട്ടില്ല. കർത്താവിൻ്റെ വഴികൾ അവർ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. അവർ ദൈവത്തോട് മല്ലടിക്കുകയായിരുന്നു. അപ്പോൾ ഹൃദയം കഠിനമാക്കിയതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഫറവോ. ഈജിപ്തിലെ രാജാവായ ഫറവോ, അവനെന്താണ് സംഭവിച്ചത്? ഫറവോ ഹൃദയം കഠിനമാക്കി. വീണ്ടും വീണ്ടും അവൻ കഠിനമാക്കി. എന്ത് ചെയ്തു? ഹൃദയം കഠിനമാക്കി അവൻ ശിക്ഷകൾ ഏറ്റുവാങ്ങി തകർന്നവനാണ് ഫറവോ. ഫറവോയുടെ ജീവിതത്തിൽ മോശ ചെന്ന് എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് പറഞ്ഞപ്പോൾ ഫറവോ ഒരിക്കലും അത് അംഗീകരിച്ചില്ല. അങ്ങനെയാണ് ദൈവത്തിൻ്റെ കോപത്തിന് ഫറവോ ഇടയാക്കിയത്. അപ്പം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഹൃദയം കഠിനമാക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, മാനസാന്തരപ്പെടുക, സുവിശേഷത്തിലേക്ക് വരിക, പുതിയ വീഞ്ഞ്, പുതിയ തോൽക്കുടങ്ങൾ, ഇങ്ങനെ വചനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കും. നിത്യവും നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ക്ഷണങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ദൈവം നമുക്ക് നൽകുന്ന ക്ഷണങ്ങളാണ്. മകനെ തിരിച്ചു വരിക, മകളെ തിരിച്ചു വരിക, ഇത് ദൈവത്തിൻ്റെ ക്ഷണമാണ്. ഇത് സ്വീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകാതെ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, ഇപ്പോൾ ഒന്നും സമയമായിട്ടില്ല, ഈ തരത്തിൽ നമ്മൾ ചിന്തകൾ മാറി കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ ഒന്നുമാകാതെ ഹൃദയം നുറുങ്ങാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ആയിത്തീർന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഹൃദയം കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ദൈവത്തിൻ്റെ ക്ഷണം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനൊരു മാറ്റം വരുന്നില്ലെങ്കിൽ, കർത്താവ് എന്നെ ക്ഷണിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ അല്ലെങ്കിൽ പശ്ചാത്താപത്തിൻ്റെ ഒരു കാറ്റ് കർത്താവ് എന്നിലേക്ക് വീശുമ്പോൾ അതെന്നെ സ്പർശിക്കുന്നില്ലെങ്കിൽ നമ്മളെ ഭയക്കണം. കാരണം എൻ്റെ ഹൃദയം കഠിനമായിക്കൊണ്ടിരിക്കുക. മോശ വന്ന് എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ മത്സരിച്ചു. അവൻ വീണ്ടും ഹൃദയം കഠിനമാക്കി, ശിക്ഷ കൊടുത്തു. വടി സർപ്പമായി. ആദ്യത്തെ അടയാളമാണ് വടി സർപ്പമാകാൻ. ആ കാര്യങ്ങൾ ചെയ്യാൻ മോശയോട് ദൈവം ആവശ്യപ്പെട്ടു. ഫറവോയുടെ മുമ്പിൽ വടിയിട്ട് കൊടുത്തത് സർപ്പമായി. ഫറവോ തിരിച്ചടിച്ചു. കൊട്ടാരത്തിലെ മന്ത്രവാദികളെ വിളിച്ച് ഫറവോയും അത് തന്നെ ചെയ്ത് ദൈവത്തോട് ധിക്കാരപൂർവം തിരിച്ചടിച്ച് ഹൃദയം കഠിനമാക്കി. പിന്നെ ജലം രക്തമായി മാറി. അപ്പോഴും അവൻ പശ്ചാത്തപിച്ചില്ല. തവളകൾ വ്യാപിച്ചു. അപ്പോഴും അവൻ മാനസാന്തരപ്പെട്ടില്ല. പേൻ പെരുകി. അപ്പോഴും അവൻ ഒരു ചിന്തയും വന്നില്ല. ഈ പോക്ക് ശരിയാണോ? ഞാൻ ഇങ്ങനെ ദൈവത്തോട് മല്ലടിക്കണമോ? ദൈവത്തിൻ്റെ ഈ സ്വരം ഞാനിങ്ങനെ അവഗണിക്കണമോ? ഈച്ചകൾ വർദ്ധിച്ചു. അവിടെയും അവനൊരു കുലുക്കവും വന്നില്ല. മൃഗങ്ങൾ ചത്തൊടുങ്ങി. വ്രണങ്ങളെ ബാധിച്ച് ഈജിപ്ത് മുഴുവനും ബാധിക്കുന്ന തിന്മകളായിരുന്നു. കന്മഴ വർഷിച്ചു. വെട്ടുക്കിളികൾ നിറഞ്ഞ് ഫലവൃക്ഷങ്ങൾ മുഴുവനും ചാമ്പലാക്കി കളഞ്ഞു. എന്നിട്ടും അവന് പശ്ചാത്തപിച്ചില്ല. എന്താണ് സംഭവിച്ചത്? അവസാനം മഹാമാരി സംഭവിച്ചു. ഫറവോ ഉൾപ്പെടെ ഈജിപ്ത് മുഴുവൻ വിലപിക്കത്തക്ക വിധം ദൈവം ആദ്യജാതരെ എല്ലാം വധിച്ചു. വധിച്ചു കഴിഞ്ഞപ്പോഴും അപ്പോഴാണ് ഫറവോയ്ക്കൊരു ചിന്തയുണ്ടായത്, എന്നാൽ ഇസ്രായേൽ ജനത്തെ വിട്ടയച്ചേക്കാം. അങ്ങനെ ഇസ്രായേൽ ജനത്തെ ഈ മഹാമാരി ഏറ്റുവാങ്ങി അവൻ വിട്ടയക്കേണ്ടി വന്നു.
ഇതിൻ്റെ ഒന്നും ആവശ്യം ഫറവോയ്ക്കുണ്ടായിരുന്നില്ല. മോശ ചെന്ന് എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് പറഞ്ഞപ്പോൾ ആലോചിക്കാം, അവൻ സാവകാശം ആലോചിച്ച് ഹൃദയം കഠിനമാക്കാതെ മോശയുടെ ആവശ്യം, കാരണം അത് ആരാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവമാണ് പറഞ്ഞതെന്ന് വളരെ വ്യക്തമാക്കി മോശ കൊടുത്തതാണ്. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ആവശ്യമാണ്, ദൈവത്തിൻ്റെ ആഗ്രഹമാണ് തൻ്റെ ജനത്തെ വിട്ടയക്കുക എന്നുള്ളത് എന്ന് മോശ വളരെ വ്യക്തമായിട്ട് ഫറവോയുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. പിന്നെ ഈ ശിക്ഷകളൊക്കെ ഏറ്റുവാങ്ങേണ്ട ആവശ്യം ഫറവോയ്ക്കില്ലായിരുന്നു. ഫറവോയ്ക്ക് മാനസാന്തരപ്പെടാമായിരുന്നു, ഫറവോയ്ക്കൊന്ന് ചിന്തിക്കാമായിരുന്നു. ഇത് ദൈവമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ, ഇത് ഞാൻ വിട്ടുകൊടുത്തില്ല എങ്കിൽ ഒരുപക്ഷെ കഠിനമായ ശിക്ഷകൾ എനിക്ക് ലഭിക്കും, എനിക്കത് നല്ലതിനല്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, മുള്ളാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് ആപത്താണ് എന്ന് കർത്താവ് പറഞ്ഞു. അതുപോലെ ദൈവത്തോട് മല്ലിടുന്നത് ആപത്താണ് എന്ന് തിരിച്ചറിയാൻ ഈ ഫറവോയ്ക്ക് സാധിച്ചില്ല. അങ്ങനെ ഫറവോയുടെ ഉൾപ്പെടെ ആ ദേശത്തുള്ള സകല മനുഷ്യരുടെയും സകല കുടുംബങ്ങളിലെയും ആദ്യജാതർ മുഴുവൻ സംഹരിക്കത്തക്ക വിധം ഫറവോ മല്ലടിച്ച് ഇത് ദൈവത്തോട് ചോദിച്ചു വാങ്ങിയതാണ് ഈ ശിക്ഷയെല്ലാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെ ഒന്നും ആവശ്യം ഫറവോയ്ക്കില്ലായിരുന്നു. ഫറവോ ഇസ്രായേൽ ജനത്തെ വിട്ടയച്ചിരുന്നെങ്കിൽ അവനും അനുഗ്രഹിക്കപ്പെടുമായിരുന്നു, അവൻ്റെ ദേശവും അനുഗ്രഹിക്കപ്പെടുമായിരുന്നു. അത്രത്തോളം പോകാതെ ഫറവോയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്യാമായിരുന്നു. പിന്നെ എന്തോ, ഇസ്രായേൽ ജനം പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഫറവോ ഹൃദയം കഠിനമാക്കി കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് ചുട്ട മറുപടി നൽകി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 19-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അവർ ദുഃഖമാചരിക്കുകയും തങ്ങളുടെ മൃതരുടെ ശവക്കുഴിയെ വിലപിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ബുദ്ധിശൂന്യമായ മറ്റൊരു തീരുമാനം അവനെടുത്തു. നിർബന്ധിച്ചും യാചിച്ചും യാത്രയാക്കിയവരെ, ഒളിച്ചോടിയവരെ എന്ന പോലെ അവർ പിന്തുടർന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. 19-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം: അവർ ദുഃഖമാചരിക്കുകയും തങ്ങളുടെ മൃതരുടെ ശവക്കുഴിയിൽ വിലപിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ബുദ്ധിശൂന്യമായ മറ്റൊരു തീരുമാനം എടുത്തു. നിർബന്ധിച്ചും യാചിച്ചും യാത്രയാക്കിയവരെ, ഒളിച്ചോടിയവരെ എന്ന പോലെ പിന്തുടർന്നു. എന്തിന്? പിടിക്കാൻ വേണ്ടി പോയതാണ്. ഒളിച്ചോടിയവരെ പിടിക്കാൻ പോകുന്നത് പോലെ പിന്തുടർന്നു. അപ്പം ബുദ്ധിശൂന്യമായ ഒരു തീരുമാനം എടുത്തു എന്നാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലവിധ സാഹചര്യങ്ങളിൽ നമ്മൾ ഒത്തിരി തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നമ്മുടെ തീരുമാനം ദൈവാത്മാവിനാൽ നിറഞ്ഞത് ആവണം. ബുദ്ധിശൂന്യമായ തീരുമാനമെന്ന് കേൾക്കുന്നവർക്ക് പിന്നീട് പറയാൻ ഇടയാവരുത്. ഫറവോ എടുത്ത തീരുമാനം ബുദ്ധിശൂന്യമായ തീരുമാനമായിരുന്നു. അപ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം 19-ാം അധ്യായം 6-ാമത്തെ തിരുവചനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: അങ്ങയുടെ മക്കളെ ഉപദ്രവമേൽക്കാതെ പരിരക്ഷിക്കാൻ അവിടുത്തെ ഇഷ്ടത്തിന് വിധേയമായ സൃഷ്ടികളുടെ സ്വഭാവം നവ്യരൂപമെടുത്തു. ഇത് പ്രകൃതിയിൽ ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം പറയുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം പറയുന്നു: അങ്ങയുടെ മക്കളെ ഉപദ്രവമേൽക്കാതെ പരിരക്ഷിക്കാൻ അവിടുത്തെ ഇഷ്ടത്തിന് വിധേയമായ സൃഷ്ടികളുടെ സ്വഭാവം നവ്യരൂപമെടുത്തു. ചെങ്കടൽ രണ്ടായി പിളർന്നു. മരുഭൂമിയിൽ ദൈവം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. ഇത് സൃഷ്ടികൾ, അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നതാണ് ഈ സൃഷ്ടികളൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത് ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി നവ്യരൂപമെടുക്കും. ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി അവർ എന്തെല്ലാം മാറ്റങ്ങൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് മുഴുവനും ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യും. കർത്താവ് നമ്മളോട് പറയുന്നു: പുതിയ വീഞ്ഞ്, പുതിയ തോൽക്കുടം. നമ്മുടെ ജീവിതം ആ തരത്തിൽ നവീകരിക്കുവാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. പുതിയ വീഞ്ഞ്, പുതിയ തോൽക്കുടം. എൻ്റെ ജീവിതം ഞാൻ നവീകരിക്കുന്നു, എൻ്റെ ചുറ്റുപാടുകളും ഞാൻ നവീകരിക്കുന്നു, ഒരു ജീവിതശൈലിയിലേക്ക് ഞാൻ വരുന്നു. ഇതിന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നമ്മളെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അന്തസ്സത്തെയും പൂർണ്ണമായി നവീകരിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരിക്കലും അങ്ങയോട് മല്ലടിക്കാതെ അങ്ങയുടെ വചനങ്ങൾ കേട്ട് അങ്ങയുടെ വചനത്തോട് സഹകരിക്കുന്ന നല്ല മക്കളായി ഞങ്ങളെ നീ തീർക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കുവാൻ അമ്മ ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.